ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധനയ്ക്ക് ശേഷം പിന്നെയും ദൈവത്തിൻ്റെ വചനവുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. നമുക്കറിയാം, ദിവസമൊക്കെയും വിവിധ നിലകളിൽ വലിയ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജനത്തിൻ്റെ ഇടയിൽ കടന്നു വരുന്നുണ്ട്. മഹാമാരി വിട്ടുപോകാതെ നിൽക്കുന്നു. പുതിയ പുതിയ പല രോഗങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിലാണ് പ്രളയത്തിൻ്റെ കെടുതി. മരണസംഖ്യ കുറവാണെങ്കിലും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അതിൻ്റെ പിന്നിൽ വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇതെല്ലാം കണ്ടാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുവാനോ ദൈവമോടും അന്വേഷിക്കുവാനോ ജനത്തിന് കഴിയുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ കാര്യം. നമ്മുടെ ഏറ്റി നിൽക്കുന്ന കാലം ഈ പ്രതികൂലങ്ങളൊന്നും ഇനി കുറയാൻ പോകുന്നില്ല, വർദ്ധിച്ചു വരികയുള്ളൂ. ജീസസ്. നമുക്കറിയാം, വിലക്കയറ്റം വല്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നു. പലിശകൾ വർദ്ധിപ്പിച്ചിട്ട് അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരനുഭവത്തിലേക്ക് വരികയാണ്. ജീസസ്. എന്നാൽ അവിടെ എല്ലാം കർത്താവിൽ ആര് ശരണപ്പെടുന്നു, ആശ്രയിക്കുന്നു, അവരെ കർത്താവ് സൂക്ഷിക്കും, പരിപാലിക്കും. ജീസസ്. ഹാലേ. നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലം വല്ലാത്ത കാലമാണ്. അന്ധകാരത്താൽ മൂടപ്പെട്ട കാലമാണ്. പൈശാചിക മണ്ഡലം മുഴുവനത്തോടെ പോരാടി. എനിക്കൊന്ന് ചില മാസങ്ങൾക്ക് മുമ്പ്, ഈ വർഷം തന്നെയാണ്, ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് ആരാധനയിൽ വെളിപ്പെടുത്തി നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുവൻ അന്ധകാരത്താൽ മൂടപ്പെട്ട് കിടക്കുന്നു. ജീസസ്. എന്നാൽ അവിടെ ഉടങ്ങളായി ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിലേ അതിൻ്റെ കഠിനത കുറഞ്ഞിട്ട് ദൈവജനം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. 1, 2, 3, 4 ആദ്യത്തെ 4 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വേള കാണാൻ പഠിച്ചിട്ടുള്ളതാണ്. ജീസസ്. വളരെ പരിചയമുള്ള വേദഭാഗം. എന്നാൽ ഈ നാളുകളിൽ അതിൻ്റെ പ്രസക്തി ഭയങ്കരമാണ്. ജീസസ്. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തെ ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ആരെ തുടങ്ങുന്നു? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പൊ അതിനു മുമ്പേ ഇവർ കൂടിയിരിക്കാൻ തുടങ്ങിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവർ മാളികമുകളിലേക്ക് കയറിപ്പോയി. അവിടെ ഇരുന്ന് അവരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടിയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പെരുന്നാളിന്റെ ദിവസത്തിന് മുൻപേ ഇവരെവിടെ ഇരുന്ന് തുടങ്ങി? ആ മർക്കോസ് മാളിക മുകളിൽ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ ആരെയും പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസം, ഹല്ലേലൂയ, പള്ളിയിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ പള്ളികളിൽ ഭയങ്കര റാസായും ഘോഷയാത്രയും ഹല്ലേലൂയ വെച്ചോട്ടും ഹല്ലേലൂയ ഒക്കെയുള്ള വലിയ പരിപാടികളുമായി സ്തോത്രം ഇങ്ങനെ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ തന്നെ അന്നും യെരുശലേം ദേവാലയത്തിൽ ഭയങ്കര പെരുന്നാൾ നടക്കുകയാണ്. ജീസസ്. ഹല്ലേലൂയ. ചുറ്റുവട്ടത്ത് ഹല്ലേലൂയ ഉള്ള രാജ്യങ്ങളിലെല്ലാം
ആളുകൾ വന്നിട്ടുണ്ട്. 14 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെയെല്ലാം ചിതറി പാർക്കുന്ന യഹൂദന്മാരും കൂട്ടത്തിൽ ദൈവമായുള്ളവരും ഒക്കെ അവിടെ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ പള്ളി ഇങ്ങനെ ആളുകളെ കൊണ്ട് നിറഞ്ഞും ഈ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചിന്തിക്കടക്കാര്, അതുപോലെ അനേക കടക്കാരും ഒക്കെ പ്രാക്കളെ വിൽക്കുന്നവര്, ആടുകളെ വിൽക്കുന്നവര്, പണം എക്സ്ചേഞ്ച് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഇങ്ങനെ വിവിധ നിലകളിൽ ഉള്ളവരെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അല്ലേലിയ കുറച്ചിപ്പുറത്ത് മാറി ആലേലിയ മർക്കൂസിന്റെ മാളിക മുകളിൽ സ്വത്രം കുറെ പേര് ഒന്നിച്ചു കൂടിയിരിക്കണം. 120 പേര് ഒന്നിച്ചു കൂടിയിരുന്ന് കർത്താവേ വാഗ്ദത്തത്തിന്റെ ആത്മാവിനെ അയക്കണമേ എന്നാണ് അവരുടെ പ്രാർത്ഥന. ജീസസ്. അപ്പോ ഈ പെരുന്നാൾ അപ്പുറത്ത് നടക്കുമ്പോ ഇപ്പുറത്ത് ആലിന് പെട്ടെന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞേ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അപ്പൊ അപ്പുറത്ത് തകൃതിയായി പെരുന്നാൾ നടത്തുന്നു, ഇപ്പുറത്ത് നല്ല ബലത്തോടെയുള്ള പ്രാർത്ഥനയും ആരാധനയും നടക്കുന്നു. ശക്തിയോടെ ഉള്ള പ്രാർത്ഥനയും ആരാധനയും നടക്കുന്നു. അത് സ്വർഗത്തിൽ കയറി. ജീസസ്. ആ പ്രാർത്ഥനയും ആരാധനയും സ്വർഗത്തിൽ കയറിയപ്പോൾ അവരെ വണ്ണക്കോടെന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്, ഒരു മനസ്സോടും ഐക്യതയോടും അങ്ങോട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗത്തിൽ കയറിയപ്പോൾ യേശു കർത്താവിനോട് പറഞ്ഞു, പിതാവേ ഇതാണ് സമയം, വാഗ്ദത്തത്തിന്റെ ആത്മാവിനെ അയച്ചാട്ടെ. ജീസസ്. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര് പെട്ടെന്ന് ക്ഷണനേരത്തിൽ നിമിഷത്തിനുള്ളിൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം കേട്ടു. നമുക്കറിയാം, കൊടുങ്കാറ്റടിക്കുമ്പോൾ ഭയങ്കര മുഴക്കം വരും. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കരമായ മുഴക്കമായിരുന്നു ഇവർ കേട്ടത്. അത് എവിടുന്ന് കേട്ടെ? ആകാശത്തുനിന്നൊരു മുഴക്കം കേട്ടു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും ഈ മുഴക്കം കൊണ്ട് നിറച്ചു. അല്ലെങ്കിൽ ഈ പ്രകമ്പനത്തിന്റെ സ്തോത്രം, ആ ശബ്ദത്തിന്റെ പ്രകമ്പനം ആ വീട് മുഴുവൻ നിറഞ്ഞു നിന്നു. ജീസസ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആടീച്ച് പൊട്ടുമ്പോൾ അതിന് തീ പിടിച്ചത് കത്തുമ്പോൾ ഭയങ്കരമായ പ്രകമ്പനം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ വലിയ കെട്ടിടങ്ങൾ പോലും തകർന്നു വീഴുന്നത്. അതിന്റെ ആ പ്രകമ്പനത്തിന് ആ പരിധിയിലോ അകത്തോ നിൽക്കുന്ന മനുഷ്യനാണെങ്കിൽ ചേതറിപ്പോകും. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ പോയിട്ടുള്ളവർ ഭക്തന്മാർ, വളരെ ചുരുക്കമുള്ള ഭക്തന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പിതാവിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ഞാൻ അവിടെ നിന്ന് ചേതറിപ്പോകുന്നു തോന്നിയിട്ടുണ്ട്. അത് തന്നെ ഇസ്രായേലിനോ പറഞ്ഞത്. അവരെന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ശബ്ദം കേൾക്കണ്ട, ഞങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് ദൈവമേ അങ്ങ് മോശയോട് സംസാരിച്ചാൽ മതി, മോശ ഞങ്ങളോട് പറഞ്ഞോളൂ. കണ്ടോ? അപ്പം സിനായി മലയിൽ മുഴങ്ങിയ ദൈവത്തിന്റെ ശബ്ദം കേട്ട ജനം പറഞ്ഞു, ഞങ്ങൾക്കിത് കേൾക്കണ്ട. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നു കേട്ടു, വലിയ മുഴക്കമുണ്ടായി, അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. അപ്പൊ ആ പ്രകമ്പനം അത്ര ഭയങ്കരമായിരുന്നു. ജീസസ്. ആർക്കും വിവരിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ആ പ്രകമ്പനം അവിടെ വ്യാപരിച്ചപ്പോൾ അടുത്തൊരു കാര്യം കൂടെ നടന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ പാടിഞ്ഞു. കൊടിയ കാറ്റടിക്കുന്ന പോലെ വലിയ മുഴക്കം ഇറങ്ങി വന്നു. ആ മുഴക്കം എവിടെ കേട്ടു? പള്ളി കേട്ടു. അത്ര ഭയങ്കരമായ മുഴക്കമായിരുന്നു. ജീസസ്. ഹല്ലേലൂയ. മൈക്ക് വെച്ചൊന്നും കേൾപ്പിക്കല്ലായിരുന്നു. ആ മുഴക്കം അത്ര ഭയങ്കരമായിരുന്നത് കൊണ്ട് സ്വത്രം അത് പള്ളി കേട്ടു. ജീസസ്. എന്നാൽ ഇതിന്റെ കൂടെ മറ്റൊരു കാര്യങ്ങൾ സംഭവിച്ചു. ജീസസ്. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഇറങ്ങി വന്നു.
ഈ 120 പേരുടെ പേര് വന്നങ്ങ് പതിഞ്ഞു. ജീസസ് നിൽക്കട്ടെ. ഹല്ലേലൂയ. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ അതിന്റെ ആത്മീയ വശങ്ങളിലേക്ക് പോവുക. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു കർത്താവിനെ ക്രൂശിച്ചു, അടക്കി, യേശു ഉയർത്തെഴുന്നേറ്റു. ജീസസ്. അതിനുശേഷം വന്ന പെന്തക്കോസ്ത് പെരുന്നാളായിരുന്നു ഇത്. ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഈ യേശു കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേം വിട്ടുപോകാതെ കാത്തിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, ഈ യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ യേശുവിനെ പിടിച്ചതോടുകൂടെ തന്നെ ശിഷ്യന്മാർ നല്ലൊരു കൂട്ടം എന്ത് ചെയ്തു? ക്ഷീണിച്ചു. അവർ ആത്മാവിൽ ക്ഷീണിച്ചു, അവർ മടുത്തുപോയി, ചെറിപ്പോയി. ജീസസ്. ഹല്ലേലൂയ. 3 പേരാണ് പിന്നെ കുറച്ചൊക്കെ ചേർന്ന് നിന്നതെങ്കിലും അവസാനം പത്രോസും തള്ളിപ്പറഞ്ഞു. എന്നാൽ യോഹന്നാൻ വിട്ടുപോകാതെ കൂടെ നിന്നു. ജീസസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, യെരൂശലേം, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിനെ ക്രൂശിക്കുന്ന ലെവലിൽ എത്തിയപ്പോഴേക്കും അതുവരെ വെളിപ്പെട്ട് നിന്ന ദൈവിക പ്രവൃത്തികളും ദൈവത്തിന്റെ തേജസ്സും, അഥവാ യേശു ഇറങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, വെളിപ്പെട്ടു വന്ന ആ വെളിച്ചം അസ്തമിച്ചു പോകുന്ന ഒരു അനുഭവം അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ, ഇരുട്ടിൽ കിടന്ന, അന്ധകാരത്തിന്റെ കീഴിൽ കിടന്ന ഈ ജനം ദൈവജനമായിരുന്നു, പക്ഷെ അവർ അന്ധകാരത്തിന്റെ കീഴിലായിപ്പോയി. ഈ ജനം യേശുവിനെ കണ്ടപ്പോൾ വെളിച്ചം കണ്ടു. ജീസസ്. അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. അതിലുപരി സ്വർഗത്തിലെ പിതാവിൽ നിന്നുള്ള ആലോചനകൾ കേട്ടു. ജീസസ്. യേശു ആരാണെന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി. ജീസസ്. രക്ഷ യേശുവിൽ കൂടെ ഉള്ളൂ. നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് പാപവഴികളെ വിട്ട് ഹല്ലേലൂയ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണമെന്നൊക്കെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. പിന്നത്തേക്ക് യേശു കർത്താവ് പറഞ്ഞെങ്കിലും അന്ധകാരത്താൽ മൂടപ്പെട്ടിട്ട് ഹൃദയം കഠിനപ്പെട്ടു പോയ പുരോഹിതന്മാരും ശാസ്ത്രികളും പരീശന്മാരും യേശുവിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. നമുക്കറിയാം, അത് തിരുവെഴുത്തിന്റെ നിവൃത്തിയായിരുന്നു. തിരുവെഴുത്തിന്റെ നിവൃത്തിയായിരുന്നു. അപ്പോൾ യേശുവിനെ പിടിച്ചപ്പോഴേക്കും ഒരു അന്ധകാരം പിന്നെയും വന്ന് മൂടി. ജീസസ്. ഹല്ലേലൂയ. ആ മൂടിയത് നിമിത്തം ശിഷ്യന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ, നമുക്കറിയാം, ഹല്ലേലൂയ, അവരെ പത്രോസ് കൂടെ അവർ 6 പേരെ കൂടെ വിളിച്ചു പിന്നെയും പഴയ പണിക്ക് പോകാൻ ഇറങ്ങി. വിജയിച്ചില്ലെന്ന് മാത്രം. അത്രമാത്രം അവർ ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. യേശുവിന്റെ പിന്നാലെ നടന്ന ജനങ്ങളും തളർന്നു പോയി, ക്ഷീണിച്ചു പോയി. നമുക്കറിയാം, മാളികമുകളിൽ കൂടാൻ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 5000 പുരുഷന്മാർ തന്നെ അപ്പം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ ഒരുത്തരെ പോലും കണ്ടില്ല. ജീസസ്. എത്രയോ പേർ സൗഖ്യം പ്രാപിച്ചു, അവരെ ആരെയും കണ്ടില്ല. ആ കഷ്ടിച്ച് 120 പേര്. ജീസസ്. അപ്പം അവിടെ വ്യാപരിച്ച ആ ലൂസിഫറിന്റെ വ്യാപാരം അത്ര കഠിനമായത് നിമിത്തം ജീസസ് ഇവരുടെ എല്ലാം ഹൃദയം ക്ഷീണിച്ചു പോയി. നമുക്കറിയാം, യേശു കർത്താവ് ഈ ലൂക്കോസ് 9 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു അവരെ അടുക്കൽ വിളിച്ച് ശക്തിയും അധികാരവും കൊടുത്ത് പോയി ദൈവരാജ്യം പ്രസംഗിക്ക്, രോഗികളെ സൗഖ്യമാക്ക്, ഭൂതങ്ങളെ പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞ് അധികാരം കൊടുത്തയച്ചു.
പിന്നെ കർത്താവ് 70 പേരെ കൂടെ തെരഞ്ഞെടുത്തിട്ട് അവരെയും അയച്ചു. അവരെല്ലാം ദൈവപ്രവൃത്തി ചെയ്തു. പിന്നത്തേതിൽ യേശു കർത്താവ് പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് യാക്കോബ് 3 പേരെയും കൊണ്ട് മറുരൂപമലയിൽ പോയിട്ട് താഴത്തെ തലത്തിൽ നിന്ന് ഉയർന്ന തലത്തിൽ വെളിപ്പെടുന്ന ദൈവ മഹത്വത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ ഇതെല്ലാം കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും യേശുവിനെ പിടിച്ചതോടുകൂടെ ഇവരുടെ ആ ആത്മകലെല്ലാം ക്ഷീണിച്ച് സൂക്ഷിച്ചു പോയി. കോവിഡ് വന്നപ്പം ദൈവജനത്തിന് സംഭവിച്ചതുപോലെ തന്നെ ജീസസ് ഹല്ലേലൂയ 100 പേരെ എടുത്താൽ 80 പേരും, ഏറ്റവും കുറഞ്ഞത് 80 പേരും ആത്മീയ ശോഷണം സംഭവിച്ചെന്ന് ഈ കോവിഡ് കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഇവർക്കും സംഭവിച്ചു. ജീസസ് ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വളരെ ഈ കാലത്തേക്ക് വളരെ പ്രസക്തിയുള്ള, അല്ലെങ്കിൽ തന്നെ ദൈവോധനമെല്ലാം ഈ കാലത്തേക്ക് വളരെ പ്രസക്തിയുള്ളതാണ്. ജീസസ് അങ്ങനെ. എന്നാൽ കർത്താവ് തന്റെ പ്രവൃത്തി തികയ്ക്കേണ്ടതാകിയാൽ, അത് തുടരേണ്ടതാകിയാൽ ഇവർക്ക് വന്ന ക്ഷീണങ്ങളോ ഇവര് പുറകോട്ട് പോയ അനുഭവങ്ങളോ ഒന്നും കണക്കിടാതെ അവരെ പിന്നെയും തിബരിയാസിന്റെ കടൽ തീരത്ത് വെച്ച് തിരികെ വിളിച്ച് അവരോട് പത്രോസിന് പ്രത്യേക കമ്മീഷൻ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ യെരൂശലേം വിട്ടുപോകരുത്, കാത്തിരിക്കുക, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെയാണ് അവർ മടങ്ങിച്ചെന്ന് മാളികമുറിയിൽ കയറി കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കൂട്ടുകെട്ട് 120 പേരായി നിന്നു. പോട്ടെ. അപ്പൊ നമുക്കറിയാം, മറുവശം അന്ധകാരത്താൽ വളരെ മൂടപ്പെട്ടു പോയി. ഇന്നത്തെ പോലെ തന്നെ അന്ധകാരത്താൽ മൂടപ്പെട്ടു പോയി. ലൂസിഫറിന്റെ തന്റെ മുഴുവലത്തോടെ പോരാടിയ ദേശം നമുക്കറിയാം. യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഒരു ദൈവിക പ്രവൃത്തിയുടെ ദൈവിക വിടുതലുണ്ട് എന്ന് ലൂസിഫറിന് അറിയാവുന്നത് കൊണ്ട് തന്നെ മാക്സിമം അന്ധകാരത്താൽ യെരൂശലേമിനെ മൂടി. ജീസസ് ഹല്ലേലൂയ. എന്നാൽ പിശാച് എത്ര പോരാടിയാലും ദൈവം തന്നെ പ്രവൃത്തി തക്ക സമയത്ത് വെളിപ്പെടുത്തും. അതിനെ തടയുവാൻ പിശാചിന് കഴിയത്തില്ല. ജീസസ്. അങ്ങനെ നമുക്കറിയാം, 10-ാം ദിവസം പെന്തക്കോസ്തിൽ പെരുന്നാൾ പള്ളിയിൽ നടക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജനത്തിന്റെ മധ്യത്തിൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം സംഭവിക്കുകയാണ്. ആ മുഴക്കം അവരിരുന്ന വീട് മുഴുവൻ നിറയ്ക്കുക മാത്രമല്ല, ഈ മുഴക്കം ദേശത്ത് വ്യാപരിച്ചിട്ട് RDX പൊട്ടുമ്പോൾ, കത്തി പൊട്ടുമ്പോൾ ദൂരെ നിൽക്കുന്നിടത്തും ഈ ശബ്ദം കേൾക്കുന്നത് പോലെ, ദൂരെ നിൽക്കുന്ന ബിൽഡിങ്ങുകൾ പോലും തകരുന്നത് പോലെ ഈ മുഴക്കം ദൈവാലയത്തിലേക്ക് കടന്നു എന്നോ. ആ മുഴക്കം ദൈവാലയത്തിൽ നിന്ന ജനത്തെ പിടിച്ചു വലിച്ചു. ഈ കാന്തം ഇരുമിനെ പിടിച്ചു വലിക്കുന്നത് പോലെ അതിനകത്തിരുന്ന കുറെ ജനത്തെ പിടിച്ചു വലിച്ചു ഇവിടേക്ക് കൊണ്ടുവന്നു. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ. ജീസസ് ഹല്ലേലൂയ. ഗ്രേക്കത്താൽ നിയമെടുക്കും. ഈ മുഴക്കത്തോടുകൂടെ ഈ ദേശത്തിന്റെ മേൽ വ്യാപരിച്ചു കടന്ന അന്ധകാരത്തിന്റെ മൂടുപടം ചെതറിപ്പോയി. ഓ റഖ നിഗല റഗദന ഹദിന അർത്ഥന നിഗദന ഹംദലപ്രവര റൈഡപ്രവരക റംശി റവനെ വറുക്കബ റഗല ഗടക്കബ രേദക നാദക നംദൽ പ്രവരകസി അസ്തലപ്രവരക റൈശേറവനെ അടന ഗടാദിക റസ്തപ്രവരക റംശപ്രവരകസി രക്തത്താൽ നിയമെടുക്കുന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതെ പ്രിയമുള്ളവരെ, കാത്തിരിക്കുന്ന ജനങ്ങളുണ്ടോ? കാത്തിരിക്കുന്നവരുണ്ടോ? ഈ ആത്മശക്തി പ്രാപിക്കുവാൻ കാത്തിരിക്കുന്നവർ എവിടെ ഉണ്ടോ? അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരുടെ കാത്തിരിപ്പിന്റെ ഇടയിൽ പെട്ടെന്നൊരു സമയം കൊടിയ മുഴക്കത്തോടെ പരിശുദ്ധി ആത്മാവ് ഇറങ്ങി വരും. പരിശുദ്ധി ആത്മാവ് ഇറങ്ങി വരും. ആ ദേശത്തിന് മേൽ വ്യാപരിച്ചു കിടക്കുന്ന മൂടുപടങ്ങൾ ചിതറും. അർത്ഥന റഗദന അടമനഹക്ഷി ഹന്തലപ്രവര ദേശത്തുനിന്ന് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം ആകർഷിച്ചു
അടുത്തേക്ക് ഓടി വരുവാനിടയാണ്. ഹൃദയത്തിന് മേൽ കിടക്കുന്ന മൂടുപടങ്ങൾ അതോടുകൂടെ അഴിഞ്ഞു പോകും. ഹൃദയത്തിന്മേൽ മൂടുപടമിട്ട് കണ്ണു കുരുടാക്കി കഠിനപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ പുറത്തോട്ട് വിടാതെ, അല്ലെങ്കിൽ ആത്മീയ സാന്നിധ്യത്തിലേക്ക് അവരെ വിടാതെ, ആരാധിക്കുന്ന ഇടത്തേക്ക് വിടാതെ, ആത്മ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടങ്ങളിലേക്ക് വിടാതെ, ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആരെ ക്ഷീണിപ്പിച്ചൊതുക്കി, ആരെല്ലാം ഇത്ര മതി ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഇരുത്തി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഈ മുഴക്കം വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അടവക്ഷയിനെ റീബൽ കറുക ആർത്ഥേരിവരെ അജല അഴകര ഹത്തുര ഹടകര കങ്കൽ പ്രവരകസ് രക്തത്താലിന്റെ മറുവശം തകർത്ത് ആഘോഷം നടത്തുകയാണ്, തകർത്ത് ആഘോഷിക്കുകയാണ്. പക്ഷേ അതിനകത്തുന്ന ഓർത്തു പ്രിയമുള്ളവരെ, അതിനകത്തും തന്നെ പിതാവ് ആകർഷിച്ചുള്ളവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ശക്തമേറിയ ആത്മാവിന്റെ മുഴക്കം വെളിപ്പെടാൻ പോകുന്ന നാളുകൾ അടുത്തിരിക്കുക. ആർത്തിയുണ്ടോ? ആർത്തിയുണ്ടോ? ഒന്ന് വേറിട്ടിരിക്കാൻ ആർത്തിയുണ്ടോ? ഓ അർത്ഥനപ്രവരകസി. ഇന്ന് അനേക ഇടങ്ങളിൽ വേറിട്ടിരിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന തലത്തിൽ, യേശു ആഗ്രഹിക്കുന്ന തലത്തിൽ ഒന്ന് വേറിട്ടിരിക്കുവാൻ ആർത്തിയുണ്ടോ? ആർത്തിയുണ്ടോ? ദേശത്തിന്റെ അന്ധകാരങ്ങളെ പൊട്ടിച്ചു മാറ്റുവാൻ ആത്മാവിന്റെ മുഴക്കം വെളിപ്പെടുമ്പോൾ അതിനെ തടയുവാൻ ഏത് ശക്തി കഴിയും? താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, കോവിഡ് വന്ന് ക്ഷീണിച്ചു പോയ ഒരുപാട് ജനമുണ്ട്. അല്ലാതെ അനേകായിരങ്ങൾ സത്യം അറിയാത്തവര് കോടിക്കണക്കിന് പുറത്തുണ്ട്. ഹല്ലേലൂയ. രണ്ടു കൂട്ടരോട് ജീസസ്. ഹല്ലേലൂയ. സത്യം അറിഞ്ഞിട്ട് ക്ഷീണിച്ചു പോയവർ, ആത്മീയ വിളക്ക് കെട്ടുപോയവർ, ആത്മീയ വിളക്ക് മങ്ങിക്കത്തുന്നവർ ജീസസ്. ഹല്ലേലൂയ. ഏതു സമയം വിളക്ക് കെട്ടുപോകുന്ന സ്റ്റേജിൽ എത്തി നിൽക്കുന്നവർ, കേൾക്കുന്നവർ, ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദയവായി പറയുകയാണ്, നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം അനേകരിലേക്ക്. ദൈവാത്മാവ് പ്രത്യേകം എന്ന ദൂതാണ്. ഇന്നത് പറയിപ്പിക്കാതിരിക്കാൻ ഒരു വലിയ പോരാട്ടം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്ഷീണിച്ചു പോയോ? വിളക്ക് കെടാറായോ? വിളക്ക് മങ്ങിക്കെത്താൻ തുടങ്ങിയോ? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇന്ന് തിരികെ വിളിച്ചാൽ നിത്യത എവിടെയായിരിക്കും? ഹല്ലേലൂയ. നമുക്കറിയാം, അനേക അപകടങ്ങളിലും രോഗങ്ങളിലും ഈ കോവിഡ് ബാധിച്ചു ഒക്കെ ദൈവജനം മാറ്റപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ കഥയില്ല, ദൈവജനം. അങ്ങനെയെങ്കിൽ സമയം നമുക്ക് അറിയത്തില്ല. ഇന്നോ ഇന്ന് രാത്രി ആ സമയം വന്നാൽ പറന്നു പോകുമോ? നിത്യതയിലെത്തുമോ? ഹല്ലേലൂയ. ഉറപ്പുണ്ടോ പ്രിയമുള്ളവരെ? ഇല്ലെങ്കിൽ നമുക്ക് ഒരുങ്ങാം പ്രിയമുള്ളവരെ. നമ്മുടെ മേലിട്ട മൂടുപടം, ദുഷ്ടപീശാച് നിങ്ങളുടെ മേലിട്ട മൂടുപടം ഒന്ന് പൊട്ടിച്ചിതറുവാൻ, കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, ആത്മാവാകുന്ന വിളക്ക് കത്തുവാൻ. സദൃശവാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, 20:27 തോന്നുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. ഹല്ലേലൂയ. അതേ, നിങ്ങളുടെ ആത്മാവാകുന്ന വിളക്ക് കത്തിക്കൊണ്ടിരിക്കുവാൻ. ഓർത്തിയുള്ളവർ അങ്ങോട്ട് കയറി ആത്മതലങ്ങളിൽ കയറുവാൻ. ജീസസ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. മൂടുപടങ്ങൾ പൊട്ടുവാൻ, മൂടുപടങ്ങൾ അഴിയുവാൻ, ആത്മീയ മുന്നേറ്റത്തിനെതിരെ, നിത്യതയിലേക്കുള്ള യാത്രയ്ക്കെതിരെ
കെട്ടിയിട്ടിരിക്കുന്ന മൂടുപടങ്ങൾ അഴിഞ്ഞു പോകുവാൻ, നിങ്ങൾ പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ, നിങ്ങൾ പ്രാപിക്കേണ്ട നന്മകൾ, പ്രാപിക്കേണ്ട ഉയർച്ചകൾ, ദൈവവചനത്തിന്റെ വാഗ്ദത്ത പ്രകാരം പ്രാപിക്കേണ്ടതിനെ പ്രാപിപ്പിക്കാതെ വണ്ണം മൂടുപടമിട്ട് ബന്ധിച്ചു കളയുന്ന ആ മൂടുപടം അഴിയുവാൻ കഴിഞ്ഞ നാളുകളിൽ ശോഭിച്ചു നിന്നവർ പോലും ഈ മൂടുപടത്തിന്റെ കീഴിൽ ഒതുക്കപ്പെട്ടു ഒരു ദൈവാത്മാവ് ഇടപെടുകയാണ്. അറകക്ഷൈലേതിപരേഹത്തുലമധുരി പൗടപ്രവാരക റംസി ബറക്കവരേതിക റാതുകറസ്തരം അതരകരകര ഗന്ധൽക്കടകര ഘട്ടക്കടകരകടില അറകതല കടക ഉടമന ഘടകവർ അന്തൽക്കടകര ഘടകാധിപരെ ബൗഡേറുവരെ ഹന്തലവധുരേ ബൗഡേറുവരെ ഹന്തൽപ്രൂരേ ഈടക്കറുകര പാരമ്പര്യമായ ആരാധന നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഈ മുഴക്കം വെളിപ്പെട്ടാൽ ജനം കൂട്ടമായി പുറത്തു വരുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അതുകൊണ്ട് ഈ മുഴക്കം ഞങ്ങളുടെ മേൽ വെളിപ്പെടണമെന്ന് എത്ര പേർക്ക് ആർത്തിയുണ്ട്, ആർത്തിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ. ലേഖനത്തിന്റെ ഇടയിലെ വലിയൊരു വിഷയം, ഐക്യതപ്പെടുവാൻ, ഒരുമനപ്പെടുവാൻ സമ്മതിക്കത്തില്ല. അല്ല, ആരെങ്കിലും ഒന്ന് ഉറങ്ങി തിരിച്ചാൽ ഉടനെ കൂടെ നിൽക്കുന്നവർ തന്നെ കാലുവെട്ടി കാലി ചവിട്ടി അതിനെ തകർത്തുകളയും. ജീസസ് അല്ലേ, അങ്ങനെ അതാ ഇപ്പോഴത്തെ വലിയ പണി. ഒരുമനപ്പെടാൻ, ഐക്യമത്യപ്പെടുവാൻ സമ്മതിക്കത്തില്ല പിശാച്. പക്ഷെ തിരിച്ചറിയുന്നവർക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ആത്മതലങ്ങൾ കയറുവാനും ആത്മാവിന്റെ അടുത്ത് വെളിപ്പെടാൻ പോകുന്ന 2 Corinthians നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. രണ്ടാമതൊരു അനുഗ്രഹം ജീസസ് ഹല്ലേലൂയ. അതിലെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം തുടങ്ങുന്നതിന് ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച്, അല്ലേ? കണ്ടോ? അപ്പം രണ്ടാമതൊരു അനുഗ്രഹം വരാൻ പോവുകയാണ്. ആദ്യത്തെ അനുഗ്രഹമായിരുന്നു ആത്മാവിന്റെ ശക്തിയേറിയ വരവ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞു, അത് ക്ഷീണിക്കാൻ തുടങ്ങി. സ്വീകരിച്ചവർ ക്ഷീണിച്ചു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളിൽ ഓരോരുത്തരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചു ശക്തിയോടെ നിർത്തിയെങ്കിലും ആദ്യ നാളുകളിൽ വെളിപ്പെട്ടു പോലെയുള്ള ഒരു പകർച്ചവിനെ കണ്ടില്ല. ശക്തന്മാരായ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ച് ഉപയോഗിച്ചു ജീസസ്. പക്ഷേ ആദ്യ നൂറ്റാണ്ടിലെ പോലെ ഒരു വലിയ പകർച്ച വെളിപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം അനേകർ ക്ഷണിച്ചു പോയി. വലിയ പീഡനത്തിൽ കൂടെ അനേകായിരങ്ങൾ ലക്ഷങ്ങൾ കടന്നുപോയെങ്കിലും ഇന്നത്തേതിൽ പീഡനത്തിന്റെ ആധിക്യം നിമിത്തം പലരും ക്ഷണിച്ചു പോയി, തളർന്നുപോയി. അതുകൊണ്ട് തന്നെ അതാണ് എൻഡ് ടൈം റിവൈവൽ വരാൻ പോവുക. സമയമെടുത്തു. അന്ത്യകാല ഉണർവ് ആദ്യത്തേത് അതിശക്തമായിരുന്നു. ആദ്യച്ചു കൊട്ടുന്ന പോലുള്ള ആ മുഴക്കത്തിങ്കൽ പള്ളിയിലിരുന്ന ജനം ഓടി വന്നിട്ട് എല്ലാവരും പ്രസംഗം കേട്ട് കുത്തുകൊണ്ട് നിമിത്തം 3000 പേർ അന്ന് തന്നെ സ്നാനപ്പെട്ടു. ചെറിയ കാര്യമല്ല. ജീസസ് ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമതൊന്ന് ഇനി വെളിപ്പെടാൻ സമയമായി. ജീസസ് രാജ്യങ്ങളായി അന്ധകാരത്താൽ മൂടപ്പെട്ടു എന്ന് കർത്താവ് തിരികെ മനസ്സിലാക്കിയത് നിമിത്തം ഒരു വശത്ത് പീഡനങ്ങൾ ശക്തമായി ലോകം മുഴുവൻ വ്യാപരിക്കുമ്പോൾ മറുവശത്ത് അതിശക്തമായ ആത്മപകർച്ച അന്ന് വെളിപ്പെട്ടതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഒന്നിച്ച് ഇറങ്ങി വരുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ പ്രവൃത്തി രണ്ടാമത് വെളിപ്പെടാൻ സമയമായി. അങ്ങനെയെങ്കിൽ ആർത്തിയുള്ളവർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ മുകളിലും വ്യാപരിക്കുന്ന മൂടുപടങ്ങളെ പൊട്ടിച്ചുകൊണ്ട്
ആത്മാവ് തീയായി ഇറങ്ങി വരും. തീയുടെ മുമ്പിൽ നമുക്കറിയാം ഒരു ശക്തി നിൽക്കത്തില്ല. ഹല്ലേലൂയ. തീക്ക് അത്ര പവറാണ്. ജീസസ്. പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകളായി ഇവരുടെ മേൽ വന്ന് പതിഞ്ഞു. തീ അങ്ങോട്ട് വന്നത് വീണ് കഴിഞ്ഞപ്പോൾ ആർക്കും ഇരിക്കാൻ കഴിഞ്ഞില്ല. എഴുന്നേറ്റ് ചാടി നൃത്തം ചെയ്തു, ആരാധിച്ചു. ഹല്ലേലൂയ. വീണ് കിടന്നു. എന്തൊക്കെ സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ കന്ന് വീണത് തീ ആയതുകൊണ്ട് നിലത്ത് താഴെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. മാത്രമല്ല, അന്ന് അവര് സംസാരിക്കാത്ത അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിന്നിട്ടില്ല. ഇന്നും നിന്നുപോയെന്ന് പറയുന്ന കൂട്ടരുണ്ട്. പക്ഷെ ഇന്നും നിന്നിട്ടില്ല, തുടങ്ങിയെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ സന്ദേശമായി വൈശാലിക മണ്ഡലം മൂടുപടമിട്ട് പ്രാർത്ഥിക്കുന്ന ജനം എവിടുമുണ്ട്. അവരെ മൂടുപടമിട്ട് ഒതുക്കി കെട്ടുവാൻ ശക്തമായി നിന്ന് പോരാടുമ്പോൾ ആ മൂടുപടത്തെ പൊട്ടിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദേശത്തെ ഒരുക്കുവാൻ ആർത്തിയുള്ളവർ എവിടുണ്ട്? ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കട്ടെ. ആരുടെയും ഹല്ലേലൂയ വ്യക്തിപരമായ ഉയർച്ചയ്ക്കോ വ്യക്തിപരമായ പ്രസിദ്ധിക്കോ ആകരുത്. യേശുവിന്റെ നാമം ഉയരട്ടെ. യേശുവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. പ്രവർത്തിക്കുന്ന നമ്മളല്ല, യേശു കർത്താവ്. ഭൂതം വിട്ടുപോകുന്ന നമ്മുടെ മുഴുക്കൊണ്ടല്ല, യേശുവിന്റെ നാമത്തിലാണ്. രോഗി സൗഖ്യമാകുന്നത് നമ്മുടെ മേലുള്ള അഭിഷേകം കൊണ്ടല്ല, യേശുവിന്റെ നാമത്തിലാണ്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ആ സമാധാനം തകർന്നിരിക്കുന്നവർ സമാധാനം പ്രാപിക്കുന്നത് യേശുവിന്റെ സമാധാനം അവരുടെ ഉള്ളത്തിലേക്ക് വരുമ്പോഴാണ്. തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടുന്നത് യേശുവിന്റെ കൈ അവരുടെ കുടുംബത്തിൽ വെളിപ്പെടുമ്പോഴാണ്. ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്നവൻ ആ ചിന്തയിടുന്ന പിശാച് അവരെ വിട്ടുപോകണമെങ്കിൽ യേശു അടുത്തു വരണം. ആരുടെയും കഴിവുകൊണ്ടല്ല, ആർക്കും പ്രശംസിപ്പാനൊന്നുമില്ല. ദൈവജനം അത് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. കർത്താവ് തന്നതല്ലാതെ നമ്മളുടേതെന്ന് പറയുവാൻ നമുക്കൊന്നുമില്ല. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നു, തകർന്നു കിടക്കുന്നു, നിങ്ങളുടെ മേൽ ദുഷ്ടൻ വന്ന് മൂടുപടമിട്ടോ, ഹല്ലേലൂയ, യേശു കർത്താവ് പറയുന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു പോലെ 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന യേശു കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. തങ്ങളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ കയറിയ ഒരു കാര്യം പറയാം. നിങ്ങൾ ക്രമീകരിച്ചതും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും യേശുവിന് ഇഷ്ടമാണോ എന്നും കൂടി ഒന്ന് അന്വേഷിച്ചോണം. വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അത് യേശുവിന് ഹിതമായതാണോ അതൊന്ന് അന്വേഷിച്ചോണം, ചോദിച്ച് മനസ്സിലാക്കിക്കോണം. എന്നിട്ടിരുന്നേ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വെളിപ്പെട്ടു വരുന്ന കാണുവാനിടയാണ്. ജീസസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം നിൽക്കുന്ന ഈ കാലത്ത്, ഈ നാളുകളിൽ ക്ഷീണിച്ചുപോയ ദൈവജനമേ, ഉറങ്ങിപ്പോയ ദൈവജനമേ, ഉണർന്നു വരുവാൻ, ഇതാ രണ്ടാമതൊരു പകർച്ച തരുവാൻ യേശു റെഡിയായി നിൽക്കുക. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ട്. നമുക്കറിയാം, സുവിശേഷങ്ങൾ വായിക്കുന്നല്ലോ, കുരുടനെ യേശു കർത്താവ് സൗഖ്യമാക്കുമ്പോൾ അവന്റെ മേൽ കൈവച്ചു, ഒന്ന് വെച്ചു.
ആരെ എന്നിട്ട് ചോദിച്ചു, നീ വല്ലതും കാണുന്നു? അവൻ പറഞ്ഞു, മനുഷ്യൻ മരങ്ങൾ പോലെയാണ് നിൽക്കുന്നത്. അവന്റെ കാഴ്ച നോക്കിക്കും. ഉടനെ യേശു ഒന്നുകൂടെ കൈവച്ചു. അപ്പൊ അവൻ പറഞ്ഞു, വളരെ ക്ലിയറായി കാണും. ജീസ് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിന്റെ ലെവലുകൾ മാറുവാൻ, ഇപ്പോഴത്തെ ആത്മീയ അനുഭവങ്ങളുടെ ലെവലൊന്ന് മാറുവാൻ, കർത്താവിന് പ്രാപിച്ചത് അടുത്ത പടിയിലേക്ക് കയറുവാൻ, യേശു ഒന്നുകൂടെ കരവയ്ക്കുവാൻ, രണ്ടാമതൊരു സെക്കൻഡ് ടച്ച്, രണ്ടാമതൊന്നുകൂടെ യേശു ഒന്ന് തൊടുവാൻ. എത്ര പേർക്ക് ആർത്തിയുണ്ട്. കോവിഡ് കാലം കഴിഞ്ഞു, പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം. എന്നാൽ അന്നത്തെ റെസ്ട്രിക്ഷൻ എല്ലാം മാറി. എങ്കിലും ക്ഷീണം വന്നവരുടെ ക്ഷീണം മാറിയിട്ടില്ലെന്ന്, ഒതുങ്ങിപ്പോയവർ എഴുന്നേറ്റ് വരുന്നില്ലെന്ന്. ജീസസ് മൂടുപടം വീണവരെ മൂടുപടത്തിന് കീഴിൽ തന്നെ നിൽക്കുക. ഇന്ന് മുതൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടോ? രണ്ടാമതൊന്നുകൂടി യേശു തൊടട്ടെ, രണ്ടാമതൊന്നുകൂടി യേശു പടട്ടെ. രണ്ടാമതൊരാൾ ശക്തമേറിയ പകർച്ച വെളിപ്പെടാൻ പോകുക. മാളികകളിൽ വെളിപ്പെട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് ഭയങ്കരമായത് വെളിപ്പെടാൻ പോവുകയാണ്. അത് സ്വീകരിക്കുവാൻ എത്ര പേർക്ക് ആർത്തി. ഇനി അത്രയും വേണ്ടെന്ന് വല്ല ഒന്ന് ഉണർന്നാൽ മതി എന്ന ആഗ്രഹമുള്ളവര്, എന്റെ വെളുപ്പൊന്ന് കത്തിയാൽ മതി എന്ന ചിന്തയുള്ളവര്, അവർ രണ്ടാമതൊരു സ്പർശനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഓ ജീസസ്, ജീസസ്. യെശയ്യാവ് പറഞ്ഞതുപോലെ നീ നിന്റെ ഗ്രഹകാര്യം ക്രമീകരിക്കുക, നീ മരിച്ചു പോകും. അവൻ തിരിഞ്ഞിട്ട് മുഖപ്പുറത്തോട്ട് തിരിഞ്ഞു കിടന്നിട്ട് ഒരൊറ്റ കരച്ചിലാ കരഞ്ഞത്. ആ കരച്ചിലിനകത്ത് ക്രമീകരണം മുഴുവൻ ഉണ്ടായിരുന്നു. ജീസസ്. അതുകൊണ്ടാ നടുമുറ്റം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുന്ന ഗേറ്റിന് ചെല്ലുന്നതിന് മുൻപേ പ്രവാചകനോട് പറഞ്ഞപ്പോ തിരിച്ചു പോകും. എന്നിട്ട് അടുത്ത ആലോചന പറഞ്ഞു, ജീസസ്. അതേ പ്രിയമുള്ളവരെ, സ്വന്തം കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചിട്ട് ഹല്ലേലൂയ കർത്താവിൽ നിന്ന് പ്രാപിക്കുക, വീണുപോയ മൂടുപടങ്ങളെ പൊട്ടിച്ചു പുറത്തു വരുവാൻ, ഈ അന്ത്യനാളുകളിൽ കർത്താവ് ദൗത്യത്തെ ശക്തിയോടെ നിറവേറ്റുവാൻ, യേശുവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർക്ക് ആർത്തിയുണ്ട്. പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ നമ്മളെ ഒതുക്കി കളയുക. അതിരുന്നോട്ടെ, കുഴപ്പമില്ല. കൂട്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചേ, നമ്മുടെ പ്രവൃത്തികളും അത്ഭുതകരമായി വിടുതൽ വെളിപ്പെട്ട് വന്നോളും. നമ്മൾ ഞെരുങ്ങുന്ന വിഷയങ്ങൾക്ക് അത്ഭുത വിടുതൽ വെളിപ്പെട്ടോളും. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. പരിശുദ്ധാത്മാവുമായി ഒന്നിച്ചൊന്ന് കൂട്ടായ്മ കൂടുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ. നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുത്തോളൂ, കർത്താവ് ഏറ്റെടുത്തോളൂ. ഓ യേശു ഏറ്റെടുത്താൽ അത് അതിന്റെ സമയത്ത് ഭംഗിയായി വെളിപ്പെട്ടോളും. നമ്മൾ പിന്നെ ആകുലപ്പെടണ്ട, ഭാരപ്പെടണ്ട, കലങ്ങണ്ട. ജീസസ്. സ്വസ്ഥമായിരുന്നാ മതി. നമ്മൾ സ്വസ്ഥമായിരുന്നു പ്രതികരിക്കാറില്ല. പോരാടി പ്രാർത്ഥിക്കുവാൻ, പോരാടി പ്രാർത്ഥിച്ച് നമ്മൾ അടുത്തടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആത്മതലങ്ങൾ കയറുക മാത്രമല്ല, മറുവശത്ത് നമ്മുടെ വിഷയങ്ങളുടെ വിടുതലുകളും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. ആ കർത്താവിനെ മാനിക്കുവാൻ തീരുമാനിച്ചാൽ കർത്താവ് അവരെ മാനിച്ചിരിക്കും. ജീസസ്. ഹല്ലേലൂയ. എത്രയോ അനുഭവങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ജീസസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ വീണ മൂടുപടത്തെ പൊട്ടിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മാവിന്റെ ആ അത്യന്ത ശക്തി, ആ മുഴക്കത്തിൽ കൂടെ വെളിപ്പെട്ട ആ പ്രകമ്പനം നമ്മുടെ മേലൊന്ന് ഇറങ്ങി വന്നിട്ട് നീ വ്യാപരിച്ചുന്ന മൂടുപടത്തെ പൊട്ടിച്ച്
മുന്നോട്ട് പോകുവാൻ. അത് ആദ്യ നൂറ്റാണ്ട്. ഇനി രണ്ടാമത് വെളിപ്പെടാൻ പോകുന്നത് ഏത് തരത്തിലായിരിക്കും നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ ഇത് വചനം ഇങ്ങനെ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഈ അന്ത്യനാളുകളിൽ പകരാൻ പോകുന്ന ആത്മപകർച്ച ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത നിലയിലായിരിക്കും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത നിലയിലായിരിക്കും. ഒരു ചെവിയിൽ കഴിഞ്ഞ നാളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ അല്ല, അത് കേട്ടിട്ടില്ലാത്ത നിലയിൽ വെളിപ്പെടും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ജീസസ് ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു? മൂടുപടത്തിന് കീഴിയാണോ? വിവിധ വിഷയങ്ങൾ നിമിത്തം ഭാരപ്പെടുകയാണോ? മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഞെരുങ്ങുകയാണോ? ഈ അന്ത്യനാളുകളിൽ ഹല്ലേലൂയ പിശാചിന്റെ പ്രവൃത്തി മുഴുവനത്തോടെ നടക്കുമ്പോൾ യേശു തന്റെ ജനത്തെ കൈവിടത്തില്ല, ഒരു നാളും കൈവിടത്തില്ല. പക്ഷെ ഒരു കാര്യം, ചേർന്ന് നിൽക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് ഇടപെടും. ഹല്ലേലൂയ. അത് പ്രകാരം മുന്നോട്ട് പോകുവാൻ നമ്മളെ ഏൽപ്പിക്കുമെങ്കിൽ ഹല്ലേലൂയ, രണ്ടാമത് വെളിപ്പെടാൻ പോകുന്ന ആത്മപകർച്ച അത് അതിശക്തിയോടെ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ കഴിയാതെ. ജീസസ് ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഓ ഹല്ലേലൂയ. അടുത്തൊരു കാര്യങ്ങൾ സംഭവിച്ചു. ഹല്ലേലൂയ. ഈ മൂടുപടം അങ്ങോട്ട് പൊട്ടി അടുത്ത പടിയായി എന്നെ വരുന്നേ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഇറങ്ങി വന്നു. കണ്ടോ? ഹല്ലേലൂയ. ഓരോരുത്തരും ക്ഷീണിച്ചു പോയതായിരുന്നു, ഓരോരുത്തരും, ശിഷ്യന്മാർ മുതല്. അപ്പൊ താഴെയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ഇവരെല്ലാം യേശുവിനെ ക്രൂശിച്ചത് നിമിത്തം ക്ഷീണിച്ചു പോയതായിരുന്നു ആത്മീയമായി. ഈ മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്നു ഓരോരുത്തർ ഭാരപ്പെട്ടിട്ട് പത്രോസ് പിന്നെ എന്ത് ചെയ്യാൻ പോയേ? ചൂണ്ടയിടാൻ പോയത്. അപ്പൊ അവരുടെ ആകുലം, നാളെ കുറിച്ചുള്ള ആകുലം, എന്ത് കഴിക്കുമെന്ന് കുടിക്കുമെന്നുള്ള ആകുലം, ആത്മീയമായി വന്ന ക്ഷീണങ്ങൾ. പക്ഷേ ഈ മുഴക്കത്തോടുകൂടെ മൂടുപടം അങ്ങോട്ട് പൊട്ടിച്ചതറിയപ്പോൾ അടുത്തൊന്ന് വെളിപ്പെടുകയാണ്. അന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്ത നിലയിൽ അഗ്നി നാവുകൾ, പിളർന്നിരിക്കുന്ന നാവുകൾ ഇറങ്ങി വന്നവരുടെ മേൽ പതിഞ്ഞു. ഓ ജീസസ് ജീസസ്. യേശു കൂടെ ഉണ്ടായിരുന്നപ്പോഴൊന്നും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് നടന്നത്. ഹല്ലേലൂയ. അതിന്റെ അടയാളമായി അവരെല്ലാവരും അതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഭാഷ പറയാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം. ഈ ശമരിയും യഹൂദയും രണ്ട് ഭാഗമായി ഇത് പിരിഞ്ഞു പോയായിരുന്നല്ലോ. അപ്പം ശമരിയ മുഴുവൻ ഹല്ലേലൂയ, സ്തോത്രം, സീദോന്യദേവിയാകുന്ന ഇസബേലും അസ്തരത്തും, ഈ രണ്ട് സ്ത്രീ ശക്തികൾ ഇസബേൽ എന്ന രാജ്ഞിയിൽ കൂടെ കടന്നു വന്നിട്ട് അവര് 3 പേരായി ചേർന്ന് ആ ശമരി എന്നറിയപ്പെടുന്ന 10 ഗോത്രങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചു. ആ സ്ത്രീ ശക്തിയുടെ വ്യാപാരത്താൽ അത് മൂടപ്പെട്ടു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ പഴയ പാമ്പ് 3 പാമ്പായി ഈ സ്ത്രീ ശക്തികളിൽ വ്യാപരിച്ചു നിന്ന് അധികാരം നടത്തി, ജനത്തിന്റെ ആത്മജീവിതത്തെ തകർത്തു, അവരെ മ്ലേച്ഛതയിലേക്ക് നടത്തി. അങ്ങനെ വാണുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പുറത്തെ രാജ്യം കൂടെ, യഹൂദാഭാഗം കൂടെ ഇതിന്റെ കീഴിലാക്കി തകർത്ത് നശിപ്പിച്ചു. നെബൂഖദ്നേസർ അവരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി
ആര് ബാബേലിൽ പാർപ്പിച്ചു. അവിടുന്ന് ആരേലിയ സ്തോത്രം കോരേശ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അവർ കുറെ പേര് മടങ്ങി വന്നു. പിന്നെ ദരിയാവേശിന്റെ കാലത്ത് കൽപ്പന പുറപ്പെടുവിച്ചു, കുറെ പേര് മടങ്ങി വന്നു. അങ്ങനെ അവർ ദിവാലയം പണിതു, പഴയ കാര്യങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും ആരേലിയ ഈ സ്ത്രീ ശക്തികളുടെ വ്യാപാരം അതിശക്തമായി അവിടെ വ്യാപരിച്ചു നിന്നു. പിന്നിൽ നിൽക്കുന്ന ആരും ഞാൻ പറഞ്ഞല്ലോ, 3 പാമ്പ്. ജീസസ് ഹല്ലേലൂയ. പഴയ പാമ്പ് 3ആയി തീർന്ന് തിരിഞ്ഞിട്ട് അധികാരം കൈയാളാൻ 1, ആര് ജനത്തെ മ്ലേച്ഛതയിലേക്ക് നടത്താൻ 1, ആരേലിയ അവരുടെ ആത്മീയത്തെ തകർത്ത് കളയാൻ 1. അങ്ങനെ വ്യാപരിച്ചു നിന്ന് ഈ 3 ശക്തി നമുക്കറിയാം. ഹാലേലൂയ. ദൈവാലയത്തിൽ വെളിപ്പെട്ടത്, മാളിക മുകളിൽ വെളിപ്പെട്ടത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായിരുന്നു. നാക്ക് വളർന്നിരിക്കുന്ന ഒറ്റ ജീവിയേ ഉള്ളൂ, പാമ്പ്. ജീസസ്. ഈ പാമ്പിന്റെ നാക്കിനെ കത്തിക്കാനാണ് ആത്മാവാകുന്ന അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഇറങ്ങി വന്നവിടെ പതിഞ്ഞത്. ജീസസ് ഹല്ലേലൂയ. അതുകൊണ്ട് ആ ശമറിയയിലും ഒക്കെ കടന്നു എന്ന് ശക്തമായ ദൈവപ്രവൃത്തി ചെയ്യുവാൻ ഫിലിപ്പോസ് കടന്നു ചെന്ന് മന്ത്രവാദിയെ പോലും സ്നാനപ്പെടുത്തി കളഞ്ഞു. ജീസസ് ഹല്ലേലൂയ. അങ്ങനെ പിന്നെ ഒരു മറ്റു സ്ഥലങ്ങളിലേക്ക് അസ്തോദ് എന്ന് പറയുന്ന വെലിസ്തദേശമാ. അസ്തോദ് ഇതിനെവിടെ എല്ലാം ഫിലിപ്പോസ് കടന്നുപോയി. ആരേലിയ ഐശ്വര്യയിലെത്തി. അങ്ങനെ പിന്നെയും ആ അന്ത്യോക്യ വരെ ഇങ്ങനെ ഈ മറ്റു സ്ഥലങ്ങൾ കൂടെ കടന്നുപോയി. ആരേലിയ എന്തുകൊണ്ടാ ആ തീ നാവിങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ വ്യാപരിച്ചു നിന്ന പഴയ പാമ്പിന്റെ ശക്തി അവന്റെ നാക്കിനെ കത്തിച്ചു കളയാനിടയായെങ്കിൽ ഈ അന്ത്യനാളുകളിൽ രണ്ടാമതൊരു അനുഗ്രഹത്തിന്റെ പകർച്ച വെളിപ്പെടുമ്പോൾ അതിനേക്കാൾ ശക്തമേറിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നിലയിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം വെളിപ്പെടാൻ പോകുകയാണ്. ആർത്തിയുള്ളവരുണ്ടോ അവിടെ വിടങ്ങളായി ചേർന്നിരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് ആർത്തിയുണ്ട്? അവരിലേക്ക് രണ്ടാമത്തെ പകർച്ച വെളിപ്പെടും. അത് മനസ്സിലാക്കുക. ദൈവത്തിന്റെ 7 ആത്മാക്കളായിരിക്കും ഇറങ്ങി വരുന്നത്. സ്വീകരിക്കുന്നവര് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത തലത്തിൽ അവരെ കർത്താവ് ഉപയോഗിക്കും. ജീസസ്. അങ്ങനെയെങ്കിൽ നമ്മളെ നേരിടുന്ന വിഷയങ്ങൾ ജീസസ് അതിനേക്കാളൊക്കെ എത്ര മഹത്വമേറിയ അനുഭവമാണ് വെളിപ്പെടാൻ പോകുന്നത്. ഭക്ഷണമില്ലാതെ വരികയാണ് പ്രിയമുള്ളവരെ. അവർക്ക് ഭക്ഷണം തന്നിരിക്കും. എവിടെ നിന്നും നിങ്ങൾ അറിയണ്ട, വന്നിരിക്കും. ഭക്ഷണം വന്നിരിക്കും. വസ്ത്രം കിട്ടാനില്ലയോ, വസ്ത്രം വഴങ്ങാതെ സൂക്ഷിക്കും. ചെരുപ്പ് വാങ്ങാൻ നിവൃത്തിയില്ലയോ, ചെരുപ്പ് തേയാതെ സൂക്ഷിക്കും. ഓ ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും ഈ വെളിപ്പെടാൻ പുതിയ നാളുകളിലെ ആത്മപകർച്ച പ്രാപിക്കുവാൻ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. രണ്ടാമതൊരു പകർച്ചയുടെ സമയമായി. അതിന്റെ സമയമായി പ്രിയമുള്ളവരെ. ദേശം അതുപോലെ അന്ധകാരത്താൽ മൂടപ്പെട്ടുകൊണ്ടിരിക്കുക. ദേശം മാത്രമല്ല, രാജ്യങ്ങളായി. നമ്മുടെ ഇന്ത്യയെ നോക്കിയാൽ സ്റ്റേറ്റുകളായി അന്ധകാരത്താൽ മൂടപ്പെട്ടുകൊണ്ടിരിക്കുക. രാജ്യങ്ങളായി അന്ധകാരത്താൽ മൂടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ പകർച്ച വെളിപ്പെടുവാനും സമയമായി. ജീസസ് ഹല്ലേലൂയ. രോഗദുഃഖങ്ങളൊന്നും നമ്മളെ തകർത്ത് കളയാതെ ബലപ്പെടുത്തി നടത്തുന്ന യേശുവിന്റെ കരത്തോട് ചേർത്ത് പിടിച്ച് നടക്കുവാൻ, ആ സാന്നിധ്യത്തിനകത്തു നിന്ന് നടക്കുവാൻ എത്ര പേർക്ക് ആർത്തി. ക്ഷീണിച്ചു പോയൊരു ഉണരട്ടെ.
വിളക്ക് കെടാറായവർ ഉണരട്ടെ, വിളക്കിലേക്ക് എണ്ണ പകരുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ശരീരങ്ങളിൽ ആത്മസാന്നിധ്യം സ്പർശിക്കുന്നുണ്ട്. ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ചില പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ, വളരെ മനോഹരമായി എഴുതു വെച്ചിരുന്ന ഇടങ്ങളിൽ നിന്ന പുള്ളികളൊക്കെ തകർന്നവയാണ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ശക്തമായി ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. താല്പര്യമുള്ള ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. വിമാനത്തിന്റെയൊക്കെ ഈ ഹെലികോപ്റ്ററിന്റെയും ചെറിയ പ്ലെയിനിന്റെയൊക്കെ ബ്ലേഡ് ഇങ്ങനെ കറങ്ങുന്നത് പോകും. ചിലർക്ക് നേരെ ഇപ്പൊ കഷ്ണാക്കെന്ന് പറഞ്ഞ് പറന്നു വന്ന ആ പൈശാചിക പോരിന്റെ ബ്ലേഡുകളെ തകർത്തുകൊണ്ട് അതിനെ നിർവീര്യമാക്കുന്ന ദൈവാത്മാവിന്റെ ശക്തമേറിയ പരിവർത്തനം വെളിപ്പെടുന്നുവെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അറകപരാജകരസ്തേറിയതരെ അന്തരാറകരാകുലമറുദേവോദേവനെ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി യേശുവേ. ചില ഭവനങ്ങളിൽ ആലേയ കാട്ടത്തി പറഞ്ഞുവാൻ യേശു പറഞ്ഞ പോലെ ആണ്ടാത്ത കാട്ടത്തി വളർന്നു പൊങ്ങി നിന്നതുപോലെ പൊങ്ങി നിന്ന ഒരു ഗുണമില്ലാത്ത, പണമില്ലാത്ത, പ്രയോജനമില്ലാത്ത, ഉള്ളതുകൂടെ നശിപ്പിച്ചു കളയുന്ന കാട്ടത്തി ഉടേറവരെ അതവിടെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ അടിയിലേക്ക് ഒരു ഒഴുക്ക് വരുന്നത് പോലെ ആത്മാവിന്റെ നദി ഒഴുകി വന്ന്
അതിനെ പറിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുകയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഭാരപ്പെട്ടു നിൽക്കുന്നവർ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. റൂഢിയാറകനാഹനിദേഹത്തുനെ അംഗക്ഷരമനഘടകവർ അങ്കരഘടകര അജമരകരകവർ അസ്തപ്രവരകരം ക്ഷീറുവരെ അജവരവക്ഷുവലേതികലാതികലങ്കൽക്കടകം അടകം ജലഘടകടകം അടലഘടകം പാടക്കട്ടകരേതകനാജ് അജനമനാജകൻ അങ്കരഘടകര ഹസ്തപ്രവരക റാംഷീറുവരെ അത്തുരവധുരെ ബൗഡീറുവരെ യേശുവേ യേശുവേ റുവക്ഷാരേ വസുവേ മറുവേ മൗവേകബലി അജമനമക്ഷമനേതകനസ്തമനക്ഷമനന്തൽപ്രവരകരായിടാറവന അടുരാറകര അടകരഘടകര കത്തിരഘടകര കന്തിൽഘടകര യേശുവേ റൗഷേകവരെ അഖില മറുക്ഷേ മൗഡേകവരെ അടുവരവക്ഷുവറേതികരാതികരന്തൽഘടകര ഹസ്തകരകര അറുതവരാജകരന്തൽഘടകര ഘടകാരിവരെ ആർത്തപ്രവരകരായിടേറവരെ അത്തുലമധുരേ യേശുപ്പാ യേശുപ്പാ ആ യേശുപ്പാ നിറമരക മൗഡേറുവരെ അറുതേറുവരെ അത്തുലമധുരേ മൗഡേറുവരെ യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ. വളരെ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലുകാരെ മണിക്കൂറുകൾ സമയം പറഞ്ഞു കിടക്കുന്ന ആരോ ഒരു വ്യക്തിയുടെ മേൽ ഭയങ്കരമായൊരു തേജസ് ആ വ്യക്തിയുടെ അടുക്കൽ ഇറങ്ങും. ആ വ്യക്തിക്ക് അത് മനസ്സിലാകും ഒരു തേജസ് ഇവിടെ ഇറങ്ങി വന്നു എന്ന്. ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി എഴുന്നേറ്റ് വരുമ്പോൾ ദൈവാത്മാവ് ഇടപെടുകയാണ്. Thank you, Jesus. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങൾ നീ സ്തുതിക്കാം. അങ്ങയെ ആരാധിക്കുവാനും തുടർന്ന് ഞങ്ങളുടെ വചനം കേൾക്കുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചത്. എന്റെ ദൈവമേ, കേട്ട വചനങ്ങൾ അനേകർക്ക് പ്രയോജനമാണ്. അനേകരുടെ ഉള്ളങ്ങളെ സ്പർശിക്കണം. ഹല്ലേലൂയ. ഉറങ്ങിപ്പോയവർ, ക്ഷീണിച്ചു പോയവർ ഒക്കെ എഴുന്നേറ്റ് വരുവാൻ, മടങ്ങി വരുവാൻ, ദാസ്ഥാനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവിധ നിലകളിൽ ഭാരപ്പെടുന്നവർ, കഷ്ടമനുഭവിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്. എല്ലാവരോടും കർത്താവ് കരുണ കാണിക്കും. തൃക്കരം അവരെ തൊടണമേ. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ പകരണമേ. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനകളതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോട് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. രാജാവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മെസ്സേജ് സന്തോഷമായെങ്കിൽ, അനുഗ്രഹമായെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം. ആരെങ്കിലും യൂട്യൂബിലുണ്ട്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.